आज के समय के लिए प्रभु को धन्यवाद देता हूँ। കർത്താവദാസനും കുടുംബത്തെ കടന്നു എല്ലാ ദൈവജനത്തിനും പിന്നിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. प्रभु के दास को मेरी बात का सब पूर्व यीशु मसीह के नाम से स्नेह देते हैं। എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പലവരും കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചില്ല. काफी लोगों ने हाथ उठाकर प्रभु को धन्यवाद नहीं दिया। सब लोग मिलकर हालेलुया. കർത്താവ് ഈ പകലിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. आज सुबह के समय प्रभु में आशीष दे। ഇതുവരെയും കർത്താവിന്റെ സാന്നിധ്യം നമ്മളോട് കൂടിയിരുന്നു. अभी तक प्रभु की उपस्थिति हमारे बीच അല്പസമയം കൂടെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ വളരെ പ്രാർത്ഥനയോട് കൂടി ഇരുന്നാട്ടെ. बहुत ही प्रार्थना पूर्वक आगे बढ़ेंगे। നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടെ കർത്താവിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. क्या लोगों मैं विश्वास करता हूँ आप सब लोग प्रभु के दास के लिए प्रार्थना करें। നാളെ മുതൽ ഒരു ചെയിൻ പ്രയർ ആരംഭിക്കുവാൻ എന്റെ ഉള്ളിൽ ഒരു ആത്മപ്രേരണ. मेरे अंदर एक आत्मिक हालेलुया ये सब अगुवाई हुआ कि कल से एक चेन प्रेयर हम शुरू करें। അധികം സമയമൊന്നുമില്ല, എല്ലാവർക്കും അരമണിക്കൂർ ഇത് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. आधा घंटा प्रभु के दास के लिए प्रार्थना करने के लिए अवसर है। ചെയിൻ പ്രയർ എന്ന് പറഞ്ഞാൽ അത് മുറിയത്തില്ല, ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. चेन प्रेयर मतलब कोई साखली तोड़ना नहीं, सब लोग अपने अपने समय में प्रार्थना करते हैं। നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന അരമണിക്കൂർ ഇതിനകത്ത് പേര് തരണം. നിങ്ങൾ अगले दो लोग रोज एक समय में प्रार्थना कर सकते हो, अपने नाम यहाँ पे दे। അരമണിക്കൂർ ആകുമ്പോൾ 48 പേർക്ക് കണ്ടിന്യൂസ് പ്രാർത്ഥിക്കാൻ പറ്റും. अगले आधा घंटा रहेगा तो 48 लोग प्रार्थना करेंगे। എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ വേണം, रोज प्रार्थना करना है। അങ്ങനെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം നൽകിട്ടേ ഇത് പോകാവൂ. ऐसा आपका समय बता के जाए। അല്ലെങ്കിൽ ഇതിൽ ഇവിടെ 48 പേരിൽ കൂടുതൽ ഇവിടെ ഇരിപ്പുണ്ട്. यहाँ पे 48 से ज्यादा लोग हैं। കുഴപ്പമില്ല, 1-2 പേര് വലിയ സമയത്ത് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല. 2-3 जन एक समय प्रार्थना करते हो प्रॉब्लम नहीं। ആരും ഒഴിഞ്ഞു പോകരുത്, എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. अगले कोई इससे हालेलुया वंचित ना रहे, सब लोग उसमें भागी हो जाए। പോകുന്നതിന് മുമ്പേ ടൈം തന്നിട്ടേ പോകാവൂ. यहाँ से जाने से पहले आपका समय यहाँ पे बता के जाए। എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. सबको प्रभु बहुत ऐसे आशीष दे। യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. यशायाह 53:7 वह सताया गया तो भी वह सहता रहा और अपना मुंह न खोला। जिस प्रकार भेड़ वध होने के समय और भेड़ी ऊन कतरने के समय चुपचाप शांत रहती है, वैसे ही उसने भी अपना मुंह न खोला। കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും अलिया ये शरीर जैसे वध होने वाले भेड़ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും और हम उस भेड़ी के समान जो ऊन कतरने वाली की चुपचाप शांत रहती है, അവൻ വായ് തുറക്കാതെ उसने अपना मुंह ना खोला। എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. सब आंखों को बंद करें। കണ്ണുകൾക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. 40 നിമിഷം കൂടെ അങ്ങയുടെ വചനത്തിനും ആയിരിക്കുന്ന കർത്താവേ, ശുശ്രൂഷിപ്പ് അങ്ങയുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ബലപ്പെടുത്തണമേ. കർത്താവേ, ഹാലിൽ കേൾക്കുന്ന ജനത്തിന് വിടുതലായി തീരുവാൻ നിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമാറാകണം. ശുശ്രൂഷിക്കുന്ന അടികൾക്ക് വിടുതലായി തീരുവാൻ നിന്റെ കൃപ ഞങ്ങളോട് കൂടിയിരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മുമ്പിൽ 27 ശുശ്രൂഷയുണ്ട്. प्रभु इसका सिर्फ हमारे सामने है। വളരെ ശ്രദ്ധയോടെ ഈ വചനം കേൾക്കുവാൻ എല്ലാവരെയും കർത്താവ് ध्यानपूर्वक हम इसमें से मनन करेंगे। ഹല്ലേലൂയ. ഒരു പ്രാവശ്യം ആ വചനം വായിച്ചാട്ടെ. और एक बार उस वचन को पढ़ लो। നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി യെശയ്യാവ് പ്രവചിക്കുന്ന പ്രവചന ഭാഗം നമ്മൾ വായിച്ചു. यशायाह नबी यीशु मसीह के बारे में यहाँ पे नबूवत करता है। യേശു കർത്താവ് ക്രൂശിതനാകാൻ പോകുന്ന സമയത്ത് എപ്രകാരം ആ വിസ്താര വേളയിൽ നിന്നത് എന്നതിനെ പറ്റിയായി പ്രവചന यीशु मसीह अपने हालेलुया जीवन के आखिरी क्षणों में कैसे रहेगा लिखा है। യേശുവിന്റെ എതിരെ അനേക കള്ളസാക്ഷികളിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. यीशु के विरोध में कई लोग झूठी गवाहियां देते थे। കുറച്ചുകൂടെ കഴിയുമ്പോൾ മരണശിക്ഷ അനുഭവിക്കേണ്ട സമയങ്ങളാണ് ഉള്ളത്. और कुछ देर के बाद हल्ले मृत्यु की हल्ले वेदना उसकी जीवन में അപ്പോൾ आएगी। തന്റെ നേരെ വരുന്ന കള്ളസാക്ഷികളുടെ മുമ്പായി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന യേശുവിനെ നമുക്ക് അവിടെ കാണാം. ऐसे झूठे गवाहों के सामने कुछ नहीं बोलते हुए चुपचाप रहते हुए यीशु को हम देखते हैं। അതിനെപ്പറ്റി യെശയ്യാവ് പറയുന്നത് ഇപ്രകാരമാണ്. यशायाह से कहता है കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, जिस प्रकार भेड़ वध होने के समय രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ और भेड़ी ऊन कतरने के वालों के सामने चुपचाप शांत रहती है, അവൻ വായ് തുറക്കാതെ उसने मुंह नहीं खोला। ഹല്ലേലൂയ. हालेलुया। ഈ ആടിനെ നിഴലായിട്ട് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണാൻ സാധിക്കും. हालेलुया। ऐसा एक हालेलुया इसका छाया चित्र हम हालेलुया यशायाह निर्गमन में देखते हैं। 12-ാം അധ്യായം പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലെ निर्गमन की किताब 12 अध्याय 3-ാം വാക്യം വായിച്ചാട്ടെ. तीसरा आयत जरा पढ़िएगा। इस्राएल की सारी मंडली हाँ। इस प्रकार कहो, इसी महीने के 10वें दिन को तो अपने अपने पितरों के घराने को के अनुसार घराने पीछे के मेमने ले रखो। മതി. ഇനി 6-ാമത്തെ വാക്യം. छठा वचन। और इस महीने के 14वें दिन तक उसे रख छोड़ना हाँ। और उस दिन गोधूली के समय
समय हाँ। इस्राएल की सारी मंडली के लोग उसे बलि करें। ഓ സാധു तब वे उसके लहू में से कुछ लेकर हाँ। जिन घरों में मेमने को खाएंगे हाँ। उनके द्वार के दोनों अलंगों और चौखट के सिरे पर लगाए। പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു എല്ലായിടത്തും നിൽക്കുന്ന കുഞ്ഞാടിനെ പറ്റി ഇപ്പോൾ പുറപ്പാട് പുസ്തകം നമ്മൾ കേട്ടത്. यहाँ पे हालेलुया पुराने करार में एक फसह के मेमने के बारे में देखते हैं. ഹല്ലേലൂയ. അടിമ വീടായ മിസ്രൈമിന്റെ കഷ്ടതയിൽ കടന്ന് നിലവിളിക്കുക ദൈവത്തിന്റെ ജനം. हालेलुया इस्राएल लोग हालेलुया मिस्र की गुलामी से प्रभु को पुकारते हैं. 9 ബാധകൾ കർത്താവ് ഹല്ലേലൂയ ദൈവം മിസ്രൈമിന്റെ നേരെ നീട്ടി. परमेश्वर ने उनके विरोध में हालेलुया 9 विपत्तियां भेजी. ഈ 9 ബാധ തട്ടിയിട്ടും ഫറവോന്റെ മനസ്സ് കഠിനപ്പെട്ടു. तो भी फिरौन का मन कठोर हो गया. എന്നാൽ അവസാന ബാധയായ കടിഞ്ഞൂൽ സംഹാരം കടന്നു വരികയാണ്. लेकिन आखिरी में बैलोटा का हालेलुया वध का समय जब आया. ഈ 9 ബാധ വന്നപ്പോഴും ദൈവം തന്റെ ജനത്തോടൊന്നും ഈ രക്ഷപ്പെടാൻ വേണ്ടി സംസാരിക്കുന്ന നമുക്ക് കാണാൻ ये 9 സാധിക്കില്ല. विपत्तियों के द्वारा समय में प्रभु ने अपने लोगों की छुटकारे की बात नहीं कहा. എല്ലാവരും വളരെ ശ്രദ്ധയോടെ सब लोग ध्यानपूर्वक यहाँ देखे. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നാട്ടെ. सारे बच्चे लोग इधर देखे. അതിൽ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. हालेलुया उद्धार पाके बपतिस्मा लिए बच्चे इसमें बैठे हैं. ഇത് വലിയവർക്ക് മാത്രം പ്രസംഗിക്കുന്ന ഭാഗമല്ല, ये सिर्फ बड़े लोगों के लिए नहीं है. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രസംഗിക്കുന്ന सबके ഭാഗമാണ്. लिए प्रचार किया जाता है. ഹല്ലേലൂയ. അപ്പോ കുഞ്ഞാട് അവസാന പാതയ കടിഞ്ഞൂൽ സംഹാരം വരികയാണ്. आखिरी बैलोटा का हालेलुया वध है. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇസ്രായേലിനോട് ദൈവം പറയുകയാണ്. उसमें से बचने के लिए परमेश्वर इस्राएलियों को कहता है. ആബീബ് മാസം 10-ാം തീയതി നിങ്ങൾ ഒരു കുഞ്ഞാടിനെ നിങ്ങൾ മാറ്റി अभी നിർത്തണം. मैंने के 10वें दिन को हालेलुया तुम एक हल्लिया इस हल्ले बकरे को अलग करना. അതാണായിരിക്കണം. हालेलुया वर होना चाहिए. അതിന് ഊനമൊന്നും ഉണ്ടാകരുത്. वो निर्दोष होना चाहिए. ഹല്ലേലൂയ. हमें അങ്ങനെ ഒരു ആടിനെ നമുക്ക് ഇസ്രായേലിന്റെ എല്ലാ കൂടാരത്തിന്റെ മുമ്പിൽ കാണാൻ സാധിക്കും. ऐसे एक बकरा हालेलुया हर एक इस्राएल के घर के सामने था. ഹല്ലേലൂയ. ആ കുഞ്ഞാടിനെ ആ പെസഹയുടെ ദിവസം സന്ധ്യാസമയത്ത് അറുക്കുകയാണ്. वो फसह के मेमने को उन्होंने फसह के हालेलुया रात को काट लिया. അറുത്തിട്ട് ആ രക്തം എടുത്ത് കട്ടുള്ള കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടുകയാണ്. उसमें से लहू लेकर उन्होंने हालेलुया चौखट और रलिंगों पर लगाया. എന്നിട്ട് ദൈവം പറയാ അവരോട്, उसके बाद प्रभु ने कहा ഈ രാത്രി നിങ്ങൾ ഒരാൾ പോലും ഈ വാതിൽ വിട്ട് വെളിയിൽ പോകരുത്. आज रात को कोई भी हालेलुया इसके हालेलुया दरवाजे के बाहर नहीं जाना. ഈ രാത്രിയിൽ ഒരാൾ നിങ്ങളുടെ കൂടാരത്തിന് മുമ്പിൽ കൂടി കടന്നു വരുന്നുണ്ട്. ये रात को हालेलुया कोई भी हालेलुया ये सलिया इसमें से बाहर नहीं जाना. അതുകൊണ്ട് നിങ്ങൾ വെളിയിലേക്ക് പോകരുത്. हालेलुया इसलिए यहाँ से बाहर नहीं जाना. കടന്നു വരുന്ന സമയം ഇരുട്ടിന്റെ സമയമാണ് വരുന്നത്. आने वाला समय हालेलुया अंधकार का समय है. സംഹാരകൻ കടന്നു വരുന്ന സമയമാണ് നിങ്ങളുടെ മുമ്പിൽ नाशदूत വരുന്നത്. आने वाला है. ആ സംഹാരകനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി उससे बचने के लिए ഈ കുഞ്ഞാടിന്റെ രക്തം തളിക്കപ്പെട്ട ആ വാതിൽ വിട്ട് നിങ്ങൾ ആ വെളിയിലേക്ക് പോകരുത്. मेमने का लहू लगाए हुए हालेलुया घर के बाहर नहीं जाना. ദൈവത്തിന്റെ ജനത്തിന് ഒരു നിയമം വെക്കുകയാണ്. प्रभु के लोगों को एक नियम है. ആരെങ്കിലും അബദ്ധത്തിൽ വെളിയിൽ പോയി കഴിഞ്ഞാൽ कोई भी बाहर जाने से സംഹാരകൻ കടന്നു വരുന്നുണ്ട്. हालेलुया नाशदूत आता है. അവന്റെ കൈയാൽ പൊട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. उसके हाथ से तू नाश हो सकता है. അതുകൊണ്ട് നിങ്ങൾ അകത്തായിരിക്കണം. फिर तू अंदर रहना ഈ चाहिए. രക്തത്തിന്റെ അടയാളം കവിഞ്ഞ് നിങ്ങൾ വെളിയിലേക്ക് വരരുത്. हालेलुया लहू के छाप के बाहर नहीं जाना. ഇത് മിസ്രൈമിനോടുള്ള നിയമമല്ല, ये मिस्रियों के साथ का वाचा नहीं है. ദൈവത്തിന്റെ ജനത്തോടുള്ള നിയമമാണ്. प्रभु के लोगों के साथ होते वायदा है. ജാതികൾക്കുള്ള നിയമമല്ല, अन्य जातियों के लिए नहीं. ഇത് ദൈവത്തിന്റെ ജനത്തിനുള്ള നിയമമാണ്. प्रभु के लोगों के लिए होते हुए नियम ഈ है. രക്തത്തിന്റെ അടയാളം വിട്ടിട്ട് നീ ഒരു സ്റ്റെപ്പ് വെളിയിലേക്ക് പോകരുത്. ये लहू के छाप के बाहर नहीं जाना. ഇത് ഇരുട്ടിന്റെ സമയം നിന്റെ മുമ്പിൽ കടന്നു इसके बाद വരുന്നത്. अंधकार का समय आता है. ഒരു സംഹാരകന്റെ സമയം കടന്നു വരുന്നത്. नाश का दूत आता है. ഇതിനു മുമ്പിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. उसके सामने तू ठहर नहीं सकता. അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ उसके हाथ से बचना है तो ഈ രക്തത്തിന്റെ ഉള്ളിലായിരിക്കണം നീ. ओ ये हालेलुया खून लगाओ चौकोट और कलम के अंदर रहना. ഹല്ലേലൂയ. हालेलुया പ്രൈസ് ദി ലോർഡ്. प्रेज द लॉर्ड. ആ രാത്രിയിൽ ഇസ്രായേൽ എല്ലാം അകത്താണ്. उस रात को इजराइल सवाल अंदर है. കുഞ്ഞാടിന്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പരണ്ടിയിട്ടുണ്ട്. हालेलुया मेमने का लहू हालेलुया चौकोट और कलमों पे लगाया. ആ സംഹാരകൻ അവർ രക്ഷപ്പെടുവാനിടയായി തീർന്നു. और उन लोग हालेलुया ये सलिया उस हानि से बच गए. ഹല്ലേലൂയ. കർത്താവായ യേശു തന്നെ കാണിച്ചു കൊടുക്കുന്ന രാത്രിയിലെ प्रभु यीशु ने जिस रात को पकड़वाया गया അപ്പവും വീഞ്ഞും എടുത്ത് തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു. रोटी ली आशीष मांगकर तोड़ी और हालेलुया इस प्याला भी लेकर बच्चों को दिया. അപ്പം കൊടുത്തിട്ട് പറയാ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ वो ശരീരമാണ്. और रोटी देके कहता ये तुम्हारे लिए दिया जाता मेरा शरीर. വീഞ്ഞെടുത്തിട്ട് കർത്താവ് പറയുക, और हालेलुया ये सलिया ये दाखरस देके कहते हैं അനേകർക്ക് പാപമോചനത്തിനായുള്ള എന്റെ രക്തത്തിൻ പുതിയ നിയമമായത്. नहीं नियम हालेलुया करार के अनुसार अनेकों के पापों की छुटकारे के लिए बहाया जाता मेरा लहू. വീഞ്ഞെടുത്തിട്ട് പറയാ, അനേകർക്ക് വേണ്ടിയുള്ള പാപമോചനത്തിനുള്ള ഹല്ലേലൂയ രക്തത്തിൻ പുതിയ നിയമമായത്. हालेलुया ये सलिया दाखरस लेके बोलते हैं अनेकों के पापों की छुटकारे के लिए बहाया जाता मेरा लहू. ആ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരായി ഈ പകലിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. खून से छुटकारा पाए हम लोग यहाँ बैठे ഈ हैं. രക്തത്തിന്റെ
വെളിയിലേക്ക് നമ്മൾ കടന്നു പോകരുത്. ये लहू के बाहर नहीं जाना, തന്ന വചനത്തിന് വെളിയിൽ നമ്മൾ കടന്നു പോകരുത്. प्रभु ने दिए वचन के बाहर नहीं जाना. ദൈവജനത്തോട് ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, प्रभु के लोगों से इस्राएल से प्रभु कहता ഈ है, രാത്രി നിങ്ങൾ ഈ രക്തത്തിന്റെ വാതിൽ വിട്ട് നിങ്ങൾ വെളിയിലേക്ക് आज പോകരുത്. रात को तुम इस लहू के मार के बाहर नहीं जाना. സംഹാരകൻ കടന്നു വരുന്നുണ്ട്. नाश का दूत आता है, നീ രക്തത്തിന്റെ ഉള്ളിലാണെങ്കിൽ यदि तू इसके अंदर है, സംഹാരകൻ നിന്നെ തൊടാൻ കഴിയത്തില്ല. ये नाश का दूत तुझे टच നീ नहीं करेगा. യേശുവിന്റെ രക്തത്തിന്റെ ഉള്ളിലാണെങ്കിൽ, यीशु के लहू के अंदर है तो, നീ ദൈവത്തിന്റെ വചനത്തിന്റെ ഉള്ളിലാണെങ്കിൽ वचन के अंदर है तो സംഹാരകൻ നിന്നെ തൊടത്തില്ല. तुझे हालेलुया नाश का दूत टच नहीं कर सकता. ഉടവാരികൾ പ്രവടകവനാരകൾ ഉടാരകൾ തുലകനാരക പ്രവടകവനാരക ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സമയമായത്. कोई भी ठहर नहीं सकते उस समय. हालेलुया. ഇത് സമയം ദുഷ്കാലമാകയാ. इस समय बुरे हैं, സമയം തക്കത്തിൽ समय ഉപയോഗിക്കുക. मुझे समझ के इस्तेमाल ഇത് करें. ദുഷ്കാലമായ സമയം. समय बुरे हैं, हालेलुया. നമ്മൾ വചനത്തിനുള്ളിലാണോ? हम वचन के अंदर है क्या? യേശുവിന്റെ രക്തത്തിന്റെ ഉള്ളിലാണോ? यीशु के लोग के अंदर है क्या? അതോ സ്വന്തം ഇഷ്ടപ്രകാരം പാപം ചെയ്ത് മുമ്പോട്ട് ജീവിക്കുന്നവരാണോ? क्या अपनी इच्छा के अनुसार पाप करके जीवन बिताते हैं? ദൈവഹിതമില്ലാത്ത സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ, प्रभु की इच्छा के खिलाफ अगर स्वभाव हमारे ഏതെങ്കിലും अंदर है പാപം तो, നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, कोई पाप हम करते हैं तो ഈ രക്തത്തിന് വെളിയിലാണെന്ന് ഈ പകൽക്കാലം ആത്മാവ് നിങ്ങളോട് प्रभु സംസാരിക്കുക. आपको कहता है फल लिया, ये सल लिया, प्रभु के प्रोटेक्शन के बाहर है. സംഹാരകൻ നിങ്ങളെ തൊടാതിരിക്കുക. यदि हल्ले नाश का दूत तुझे टच नहीं करना है, ഈ രക്തത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരിക. सल लिया, लहू के अंदर आ जा. മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക. मन फिरा के पापों को हालेलुया कबूल करे, प्रभु के चरणों ഇത് में आ जा. ദുഷ്കാലമാ. समय बुरे हैं, ഇത് ഇരുട്ടിന്റെ സമയ. ये अंधकार का समय है, അന്ധകാരത്തിന്റെ സമയ. ये अंधकार का समय है. हालेलुया. യേശുവിന്റെ രക്തത്തിന്റെ ഉള്ളിലാണെങ്കിൽ, यीशु के लोग के अंदर है तो, നീ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നവരാണെങ്കിൽ, पवित्रता में रहता है तो, ഒരു ശത്രുവിന് നിന്നെ തൊടാൻ കഴിയത്തില്ല. शैतान मुझे छू नहीं सकता. ഒരു സംഹാരകന് നിന്നെ തൊടാൻ कोई കഴിയത്തില്ല. नाश का दूत तुझे टच नहीं करेगा. ദൈവാത്മാവ് ശക്തമായി ദൈവസഭയോട് പറയുക. प्रभु का आत्मा कलीसिया से कहता है. ഹല്ലേലൂയ. യെശയ്യാവ് യേശുവിനെ പറ്റി പറയുന്ന ഭാഗം നമ്മൾ यशायाह यीशु വായിക്കുന്നു. के बारे में कहते बात है. അതിന്റെ 3 മുതലുള്ള ഭാഗം तीसरा आयत से हम देखते हैं. 3 മുതലുള്ള ഭാഗം മൈക്കിൾ കൂടി ദിവാൻഷിപ്പ് വായിക്കുന്നതായിരിക്കും. तीसरे आयत से दीपांशु समय आएगा. 7 വചനത്തിൽ ये नहीं? 53 യെശയ്യാവ്. यशायाह 53:3 से 7. वो तुच्छ जाना जाता मनुष्य का त्यागा हुआ था, वह दुखी पुरुष था, रोग से उसकी जान पहचान थी, लोग उससे मुख फेर लेते थे, वह तुच्छ जाना गया और हमने उसका मूल्य ना जाना। निश्चय उसने हमारे रोगों को सह लिया, हमारे ही दुखों को उठा लिया, तो भी हमने उसे परमेश्वर का मारा कोटा और दुर्दशा में पड़ा हुआ समझा, परंतु वह हमारे ही अपराधों के कारण घायल किया गया, वह हमारे अधर्म के कामों का कारण कुचला गया, हमारी ही शांति के लिए उस पर ताड़ना पड़ी कि उसके कोड़े खाने से हम लोग चंगे हो जाए। हम तो सबके सब भेड़ के समान भटक गए थे, हम में से हर एक ने अपना अपना मार्ग लिया और यहोवा ने हम सबों का अधर्म का बोझ उसी पर लाद दिया। वो सताया गया तो अभी वो सहता रहा, अपना मुंह न खोला। जिस प्रकार भीड़ वध होने के समय और भीड़ यूं कतरने के समय चुपचाप शांत रहती है, वैसे ही उसने भी अपना मुंह न खोला। आमीन। पहले कोरिन्थियों 11:23 28. क्योंकि यह बात मुझे प्रभु से पहुंची और मैंने तुम्हें भी पहुंचा दी कि प्रभु यीशु ने जिस रात वह पकड़ पाया गया रोटी ली और धन्यवाद करके रोटी तोड़ी और कहा, ये मेरी देह है जो तुम्हारे लिए है, मेरे स्मरण के लिए यही किया करो। इसी रीति से उसने बियारे के पीछे कटोरा भी लिया और कहा, यह कटोरा मेरे लहू में नई वाचा है, जब कभी पियो तो मेरे स्मरण के लिए यही किया करो। क्योंकि जब कभी तुम ये रोटी खाते हो और इस कटोरे में से पीते हो तो प्रभु की मृत्यु को जब तक वह न आए प्रचार करते हो। इसलिए जो कोई अनुचित रीति से प्रभु की रोटी खाए या उस कटोरे में से पिए, वो प्रभु के देह और लहू का अपराधी ठहरेगा। इसे मनुष्य अपने आप को जांच ले और इसी रीति से इस रोटी में से खाए और इस कटोरे में से पिए। അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ जो कोई अनुचित रीति से रोटी खाए, കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ इस कटोरे में से पिए, കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് उसके കുറ്റക്കാരനാണ്. देह और लहू का अपराधी ठहरता है. ഹല്ലേലൂയ. അയോഗ്യമായി തിരുമേശയിൽ ആരെങ്കിലും ഭാഗവാക്കായാൽ, हालेलुया. अनुचित रीति से इसमें से कोई सहभागी होता है तो, പാപത്തിൽ തുടരുന്നവരാരെങ്കിലും ഇതിൽ നിന്ന് ഭാഗവാക്കായാൽ, पाप में जीवन बिताने वाले इसमें सहभागी होते हैं तो, പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ ഇതിൽ നിന്ന് ഭാഗവാക്കായാൽ पश्चाताप के बिगर हालेलुया कबूल करके छोड़े बिगर इसमें आते हैं तो, കുറ്റക്കാരനാകുമെന്ന ആ തിരുവചനം നമ്മൾ കേട്ടത്. वचन के आधार पे आप दोषी है. കുറ്റക്കാരനായാൽ ബന്ധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ऐसे रहेगा तो शैतान आपके जीवन में कार्य करेगा. കുറ്റക്കാരിയായാൽ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. प्रभु का दंड आपके जीवन में आएगा. സാധ്യതയല്ല, നമ്മൾ അങ്ങനെ തന്നെ ശിക്ഷിക്കപ്പെടുവാനിടയായി. हमारे जीवन में वैसे दंड आएगा.
ഇന്ന് നമ്മളെ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഈ വിശുദ്ധ തിരുമേശയിലുള്ള ഭാഗവാക്കാവുക. आज अपने आप को परखे और इस पवित्र मेज में सब എല്ലാവരെയും കണ്ണുകളെ അടച്ചാട്ടെ. सब आंखों को बंद करें. യെശയ്യാവിൽ നിന്ന് യേശുവിനെ പറ്റിയുള്ള ഭാഗം നമ്മൾ കേട്ടു. यशायाह में से यीशु मसीह के बारे में लिखा बात हमने കോരിന്ത്യർ ലേഖനത്തിൽ കർത്താവായ യേശുവിന്റെ കഷ്ടതയെ പറ്റി നമ്മൾ कुरिन्थियों के കേട്ടു. पत्र में भी यीशु के कष्टों के बारे में लिखा है. അല്പനിമിഷം ക്രൂശിലേക്ക് നോക്കിയാട്ടെ. कुछ क्षण क्रूस की ओर देखे. മുൾക്കിരീടധാരിയായി കിടക്കുന്ന യേശുവിനെ ആ ക്രൂശിൽ കാണാൻ സാധിക്കും. जैसे कांटों को मुकुट लगाकर यीशु वहां पर നമ്മൾ പാപത്തിന്റെ എത്രയോ ചിന്തകൾ ചിന്തിച്ചവരാ. हमने पाप की कितनी बातों को सोचा. നമ്മൾ ചിന്തിച്ച ആ പാപത്തിന്റെ ഫലമായിട്ട് അവന്റെ തലയിൽ ആ മുൾക്കിരീടം हमने जो पाप सोचा था उसके कारण यीशु के सर पर कांटों का मुकुट रखा. നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്ത പാപത്തിനായിട്ട് അവന്റെ കൈകൾ ആണികളാൽ हमने जो हाथों से पाप किया उसके हाथ छेदे गए. പാപത്തിന്റെ വഴികളിൽ കൂടി നമ്മൾ നടന്നതുകൊണ്ട് അവന്റെ ഇരുകാലുകളും ആണികളാൽ തറക്കപ്പെട്ടു. और पाप के मार्ग में हम गए इसलिए उसके दोनों पैर हल्के छेदे गए. പാപത്തിന് നമ്മൾ ചുമൽ കൊടുത്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവന്റെ ഹല്ലേലൂയ പുറം ഉഴുവുചാലുകൾ പോലെ ഉഴുതു മറിയപ്പെട്ടത്. हमने पाप को सपोर्ट किया इसलिए उसका पीठ हल जोतने की नाई फाड़ा गया. പാപത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചതുകൊണ്ട് ഹല്ലേലൂയ അവന്റെ ഹൃദയം ഹല്ലേലൂയ കുന്തം കൊണ്ട് കുത്തി തുളയ്ക്കപ്പെട്ടത്. हमने पाप को लेकर अपने हृदय में संग्रह किया था इसलिए उसका दिल भेदा ഈ गया. വചനങ്ങളെ കേട്ടിട്ട് മാനസാന്തരത്തോടെ വേണം വിശുദ്ധിയോട് വേണം ഈ ഭാഗവാക്കാകുവാൻ. हालेलुया. ये वचन के सामने अपने को नम्र और दिन करे पवित्रता के साथ भेज में सब ഇന്ന് പകലിൽ വളരെ വളരെ ശ്രദ്ധയോടെ ഒന്ന് ശോധന കഴിച്ചാട്ടെ. अपने आप को देखे ഹല്ലേലൂയ. ഏതെങ്കിലും പാപം ജീവിതത്തിലുണ്ടോ? कोई पाप मेरे जीवन में है क्या? നമ്മുടെ പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കാൻ വേണ്ടിയാ അവൻ കാൽവരിയിൽ മരിച്ചത്. हमारे पाप से हमें धो के शुद्ध करने के लिए कालवरी सली पर बलिदान हो गया. ഇസ്രായേലിലേക്ക് നോക്കിയാ ഒരു കുഞ്ഞാണ് അവർ അടുക്കപ്പെടുന്ന കാണാൻ സാധിക്കും. मिस्र में एक मेमना करते हुए दिखता है. അവരുടെ വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തേക്ക് പുറപ്പെടുവിക്കാൻ വേണ്ടിയാ ആ കുഞ്ഞാണ് അവർ അടുക്കപ്പെടുന്നത്. उनके वायदा के देश को पहुंचाने के लिए मेमना काटा गया. ഈ നാശമുള്ള ഈ ഭൂമിയിൽ നിന്ന് നമ്മളെ സ്വർഗരാജ്യത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴുകി ശുദ്ധീകരിച്ച് സ്വർഗരാജ്യത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആ കാൽവരിൽ ക്രൂശിൽ അവൻ ആ യാഗമായി മാറിയത്. दुनिया से हालेलुया हमें स्वर्ग ले जाने के लिए यीशु मसीह बलिदान हो गया. ഹല്ലേലൂയ ഹല്ലേലൂയ. അവന്റെ രക്തത്താ നമ്മൾ ഇന്ന് വിശുദ്ധരും നിഷ്കളങ്കരുമാണ്. उसके लहू से हम पवित्र और निर्दोष हैं. ഏതെങ്കിലും പാപം നമ്മുടെ ജീവിതത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ कोई भी पाप हमारे जीवन में छुपा है तो കർത്താവേ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. प्रभु आपके लहू से मुझे धो देने की प्रार्थना कर. ശത്രു നമ്മളെ അവകാശം പറയുന്ന ഏതെങ്കിലും സ്വഭാവം ഉണ്ടെങ്കിൽ शैतान मुझे हक बोलते कोई बात है तो ശത്രു എന്തെങ്കിലും അവകാശം പറയുന്ന സ്വഭാവം നമ്മളിൽ हक ഉണ്ടെങ്കിൽ बोलते स्वभाव मेरे जीवन में है तो ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് വേണം ഈ തിരുമേശയുടെ ഭാഗമാകാൻ. कबूल करके प्रभु के चरणों में आ जाए. ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധിയോടെ ഈ തിരുമേശയുടെ ഭാഗമാകാകുന്നെങ്കിൽ पवित्रता के साथ इसमें सहभागी होते हैं तो അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. जीवन में आशीष जाएगा. അയോഗ്യമായിട്ടാണ് നമ്മൾ അപ്പം തിന്ന് ഭാഗത്ത് നിന്ന് കുടിക്കുന്നതെങ്കിൽ अनुचित रीति से सहभागी होते हैं तो നമ്മൾ കുറ്റക്കാരായി अब മാറും. भी दोषी ഈ ठहरेंगे. വചനങ്ങൾ ആദ്യം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. प्रभु में आशीष है. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, തിരുമേശയിൽ നിന്ന് ഭാഗവാക്കാവുവാൻ അടികളെ സമർപ്പിക്കുന്ന കർത്താവേ, കേട്ട വചനം അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഈ ശുശ്രൂഷ ചെയ്യുവാനുള്ള ദാസനെ ബലപ്പെടുത്തണമേ. ഭാഗവാക്കാവുവാൻ ദൈവം ഞങ്ങളെയും ശുദ്ധീകരിക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ.